നമസ്കാരം ഫ്രണ്ട്സ്, വിഷ്ണു ക്രിയേഷൻ എന്ന ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഈ മാസം പെൻഷൻ കിട്ടുമോ? ഈ മാസം അവസാനം പെൻഷൻ 1600 വീണ്ടും കിട്ടുമോ എന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. സർക്കാർ ഒന്നാമത് ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് 3200 നമുക്ക് ഓണത്തിന് കൈനീട്ടമായിട്ട് തന്നു. ഇനി ഒരു ഗഡു, അത് കുടിശ്ശിക ഉള്ളതിന് 4 മാസം കുടിശ്ശിക ഉള്ളതിന് ഒരു ഗഡുവും, പിന്നെ നടപ്പ് മാസത്തെ ഒരു ഗഡുവാണ്, ഈ ഒക്ടോബർ മാസത്തെ ഒരു ഗഡുവാണ് തന്നത്. അങ്ങനെ ടോട്ടൽ 3200 തന്നത്. അപ്പോൾ ഇനി ഒരു പെൻഷൻ കിട്ടില്ല. ഇനി അടുത്ത മാസം അവസാനമാണ്, അതായത് ഒക്ടോബർ അവസാനം നവംബർ ആദ്യമൊക്കെ ആയിട്ടാണ് അടുത്ത മാസത്തെ പെൻഷൻ കിട്ടുള്ളൂ. ഒക്ടോബർ 25, 23 ആ ഒരു രീതിയിലാണ് പെൻഷൻ നൽകി തുടങ്ങുള്ളൂ ഒക്ടോബർ മാസത്തെ. അല്ലാണ്ട് ഈ മാസം ഇനി വേറൊരു പെൻഷൻ കിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് തീരുമാനം വന്നങ്ങനെ, ഈ മാസം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഇനി മുതൽ കിട്ടില്ല. പക്ഷേ മസ്റ്ററിങ് ചെയ്യാത്തവർ വിഷമിക്കേണ്ട. എല്ലാ മാസം 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ തന്നിട്ടുണ്ട്. അപ്പം അതിനുള്ളിൽ നിങ്ങൾ പോയി മസ്റ്ററിങ് ചെയ്യുന്ന ദിവസം പിറ്റേ മാസത്തെ പെൻഷൻ തൊട്ട് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അത് തന്നെയല്ല, വീഡിയോ കയറി അന്വേഷണം ഒക്കെ വരാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. 1000 cc കൂടുതലുള്ള വണ്ടി സ്വന്തം ആവശ്യങ്ങൾക്കല്ലാണ്ട്, അല്ല പേഴ്സണൽ ആവശ്യങ്ങൾക്കല്ലാണ്ട് പുറമെ ഒരു വണ്ടി കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ പെൻഷൻ കട്ട് ചെയ്യും. പിന്നെ ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം കൂടുതലുള്ളവരുടെ പെൻഷൻ കട്ട് ചെയ്യും. പിന്നെ 1300 സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ ഉള്ള വീട്, 2 നില കെട്ടിടം, അതുപോലെ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടം ഉണ്ടെങ്കിൽ അതും ഒക്കെ സർക്കാർ ഇനി പിടിക്കും. അപ്പം എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അപ്പം നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ പരിചയത്തിലോ ഉള്ള ആളുകൾ ആരെങ്കിലും അർഹതയില്ലാതെ പെൻഷൻ എത്ര വേഗം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് മെമ്പർമാരെയോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയോ അറിയിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.